ഹലോ ഫ്രണ്ട്സ്, ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർഗഴിയാണെങ്കിൽ അനാർക്കലിയെ പിടിച്ച് ചെമ്പകശ്ശേരിയിൽ നിന്ന് പുറത്താക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദ് അവിടെ വന്ന് നിൽക്കുന്നത്. അനാർക്കലിയെ കണ്ടതും ഗോവിന്ദ് അങ്ങ് വെല്ലുവിളിക്കാൻ തുടങ്ങും കേട്ടോ. എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുള്ള ആദ്യത്തെ തിരിച്ചടി ഇവിടെ തുടങ്ങുന്നു. ഇന്നേക്കൊരാഴ്ച അതിനുള്ളിൽ നിങ്ങളുടെ പകയുടെ ക്ലൈമാക്സ് ഞാൻ നടപ്പാക്കിയിരിക്കുന്നു പറയുമ്പോൾ നമ്മുടെ അനാർക്കലി പിന്നെ എന്നുള്ള ഭാവത്തിൽ നിൽക്കുക കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഗീതു ആണെന്ന് വിചാരിച്ച് മാർഗഴിയെ രഞ്ജു ഗോവിന്ദിന്റെ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാർഗഴി കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ ഒരു ചെടിയുടെ ബാക്കിൽ പോയി നിന്ന് ഇങ്ങനെ മാർഗഴിയെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുകയാണേ. അപ്പൊ രഞ്ജു ഉള്ളത് കൊണ്ട് തന്നെ മാർഗഴി ഗോവിന്ദിനോട് പറയും, അതെ ഡിക്കിയിലെ ആ വേസ്റ്റ് ഇവിടെ വെച്ചിട്ട് തന്നെ കളഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാണ്. എന്നിട്ട് ചെന്ന് ഗീതുവിനോട് പറയും, ആകാശത്തിലെ പറവകളും ഞാനും വിതയ്ക്കുകയോ കൊയ്യുകയോ ഒന്നും ചെയ്യാറില്ല, അതുകൊണ്ട് ഗീതു നീ തന്നെ കാറിൽ കയറി പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഗീതു മുൻ സീറ്റിലും മാർഗഴി ഡിക്കിയിലും കയറിയിട്ട് അർക്കൽ തറവാട്ടിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇത് നേരെ ആര് കാണുന്നറിയോ? നമ്മുടെ അയ്യപ്പേട്ടൻ കാണുകയാണ് കേട്ടോ. അയ്യപ്പേട്ടൻ കണ്ടതും കണ്ണങ്ങ് മുറുക്കി ചിമ്മ കേട്ടോ. എന്നിട്ട് ഒന്ന് തുറന്നു നോക്കും. ആ സമയത്തേക്ക് നമ്മുടെ മാർഗഴി അവിടുന്ന് ഓടി രക്ഷപ്പെടും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടൻ വന്നിട്ട്, അതെ ഇവിടെ നിന്നിരുന്ന ഗീതുമോൾ എവിടെ പോയി? ഗീതുമോളോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ്. അത് ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് ഗീതു. നീയല്ല, മറ്റൊരു ഗീതുമോൾ ഇവിടെ നിന്നിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഒരു ഇളിഞ്ഞ ചിരിയായിട്ട് നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് കണ്ടിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. ബൈ.